കാലവർഷം എന്തായാലും സംസ്ഥാനത്ത് ശക്തമായിട്ടുണ്ട്. പക്ഷേ ഇതോടുകൂടി പകർച്ചവ്യാധികളുടെ വ്യാപനം കൂടി ഏറുകയാണ്. ആരോഗ്യ വകുപ്പിൻ്റെ, ജലവിഭവ വകുപ്പിൻ്റെ, ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇവരുടെയൊക്കെ കെടുകാര്യസ്ഥതയാണ് ഇങ്ങനെ പകർച്ചവ്യാധികളുടെ വ്യാപനത്തിന് കാരണമായി ഉയരുന്ന ആക്ഷേപം. പെരുമ്പാവൂർ വേങ്ങൂരിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ജലവിഭവ വകുപ്പ് വിതരണം ചെയ്ത കുടിവെള്ളത്തിലൂടെ ഈ മഞ്ഞപ്പിത്ത വ്യാപനം എന്തുകൊണ്ട് എന്നുള്ള വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ജനം ടിവിയാണ്. കൂടാതെ സർക്കാർ ആശുപത്രികളിൽ മതിയായ സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളൊരു ആക്ഷേപം അത് പണ്ട് മുതൽക്കേ ഉണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നു. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാകട്ടെ മഴക്കാല പൂർവ്വ ശുചീകരണത്തിലും വീഴ്ച വരുത്തിയിട്ടുമുണ്ട്. പകർച്ചവ്യാധികളെ പിടിച്ചു കെട്ടാൻ എന്ത് ചെയ്യും? ഈ വിഷയമാണെന്ന് ഗ്രൗണ്ട് റിപ്പോർട്ട് പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് എസ് ശാലിനി, കൊല്ലത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത്, കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു, ഒപ്പം കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് എന്നിവർ ചേരുന്നു. ആദ്യം തലസ്ഥാനത്ത് നിന്ന് ആരംഭിക്കാം. ശാലിനി ഉണ്ട്. ശാലിനി, ഈ നിരവധി പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി എടുത്തു കാണിക്കാം. എല്ലാ ദിവസവും ആവർത്തിച്ചിട്ട് പോലും ഇതിനൊരു മാറ്റം കാണുന്നില്ല. ഇനി പകർച്ചവ്യാധി ഭീതിയിൽ നിന്ന് സംസ്ഥാനത്തിന് മുക്തിയുമില്ല, മോക്ഷവുമില്ല. അനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാലവർഷം ശക്തി പ്രാപിക്കുകയാണ്. സ്വാഭാവികമായും പല മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട്. തിരുവനന്തപുരം ജില്ലയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും ഈ വെള്ളക്കെട്ട് ഇപ്പോൾ പതിവായൊരു സാഹചര്യമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തലസ്ഥാന ജില്ലയിൽ ഇപ്പോൾ രോഗവ്യാപനം കൂടുതലാണ് എന്നുള്ളതാണ് കണക്കുകൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് തീരദേശ മേഖലയിലടക്കം കൊതുകുജന്യ രോഗങ്ങളടക്കം വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ധനവകുപ്പ്, ഒപ്പം തന്നെ ജലവകുപ്പ് ഉൾപ്പെടെയുള്ളവർ സംയുക്തമായി നടത്തേണ്ട ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനങ്ങൾ അമ്പെ പരാജയപ്പെട്ടതിന്റെ കാരണം അല്ലെങ്കിൽ നേർസാക്ഷ്യം അത് അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ H1N1, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി വ്യാപനം അതിരൂക്ഷമായൊരു സാഹചര്യമുണ്ട്. മഞ്ഞപ്പിത്ത രോഗബാധയും തലസ്ഥാന ജില്ലയിൽ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാന വ്യാപകമായിട്ടുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിലും ഗണ്യമായി തന്നെ ഈ മഞ്ഞപ്പിത്ത രോഗബാധ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കണക്കുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇന്നലെ മാത്രം 31 പേരാണ് രോഗലക്ഷണങ്ങൾ കാണിച്ച് ആശുപത്രിയിലെത്തി മഞ്ഞപ്പിത്ത രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 100-ലധികം പേർക്ക് രോഗലക്ഷണങ്ങളുണ്ട്. അവരുടെ ഔദ്യോഗിക പരിശോധനാ ഫലങ്ങളടക്കം പുറത്തു വരുമ്പോൾ അതൊരു വലിയ സംഖ്യയായി മാറുമെന്നുള്ളതിൽ സംശയമില്ല. കഴിഞ്ഞ വർഷം 2023 ഏകദേശം 1073 പേർക്കൊക്കെയായിരുന്നു ഒരു വർഷം മുഴുവനുമായി ഈ രോഗം സ്ഥിരീകരിച്ചത്. ഇത്തവണത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അത് 1000 കടന്നിരിക്കുന്നു. ഈ ജൂൺ വരെയുള്ള കണക്കുകൾ എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പല മേഖലകളിലും ഈ വെള്ളക്കെട്ട് പതിവാണ്. ആ വെള്ളത്തിൽ കൊതുക് മുട്ടയിട്ടും ഒക്കെ തന്നെ കൊതുകുജന്യ രോഗങ്ങൾ വരുന്നുണ്ട്. കൂടാതെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലോറോഫോം ബാക്ടീരിയസ് അടക്കം വീടുകളിലേക്ക് എത്തുന്നു. പൈപ്പ് വെള്ളത്തിലും കുടിവെള്ളത്തിലും ഒക്കെ ആയി എത്തുന്നു. അത് ഉപയോഗിച്ചത് മൂലമുള്ള രോഗബാധ ഒരു ഭാഗത്ത് നടക്കുന്നു. ഇതിനിടയിലാണ് ഇതൊക്കെ കണ്ടെത്താനും നടപടിയെടുക്കാനുമായി ഓപ്പറേഷൻ മൺസൂൺ എന്ന പേരിൽ ആരോഗ്യവകുപ്പ് ചില പദ്ധതികളും നടത്തിപ്പും ഒക്കെ നടത്തിയത്. പക്ഷെ അത് എത്രത്തോളം ഫലം കാണുന്നുണ്ട് എന്നുള്ളത് കൊച്ചിയിൽ നിന്നടക്കം കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യും. ഏകദേശം 400-ലധികം പേർക്കാണ് ക്ലോറോഫോം ബാക്ടീരിയ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും ഉള്ളിൽ ചെന്ന് അസുഖബാധിതരായ ആശുപത്രിയിലേക്ക് മാറേണ്ടി വന്നത്. തലസ്ഥാന ജില്ലയിലും സമാനമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം പലരും ആശ്രയിക്കുന്നത് തിരുവനന്തപുരം നഗരപ്രദേശത്തെ സമീപിച്ച് നോക്കുകയാണെങ്കിൽ പലരും ആശ്രയിക്കുന്നത് പൈപ്പ് ലൈൻ വെള്ളത്തെയാണ്. ആ പൈപ്പ് ലൈൻ വെള്ളത്തിലും ആശങ്കാജനകമായ ഒരു സാഹചര്യം ഇപ്പോഴും തലസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഒപ്പം ഈ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ പല ഓടകളും വെട്ടിപ്പൊളിച്ചിട്ടത് കാരണം ഈ വെള്ളം കൃത്യമായി ഒഴുകിപ്പോകാൻ കഴിയാതെ, മഴക്കാലത്ത് ഒഴുകിപ്പോകേണ്ട വെള്ളം മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെള്ളമൊക്കെ ഒഴുകിപ്പോകാതെ പല മേഖലകളിലും കെട്ടിക്കിടന്ന് കൊതുകുകൾ പെരുകുന്നുണ്ട് എന്നുള്ള പരാതികൾ കൂടി വരുന്നുണ്ട്. മുൻപൊക്കെ ആണെങ്കിൽ ഇത്തരത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യസമയത്ത് നടക്കുന്നത് വലിയ രീതിയിൽ ഈ രോഗബാധ പിടിച്ചു നിർത്താനും രോഗികളുടെ എണ്ണം കുറയ്ക്കാനും ഒക്കെ ആരോഗ്യ മേഖലയ്ക്ക് കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരോഗ്യ മേഖലയും അടക്കം അമ്പെ പരാജയപ്പെടുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന കാര്യത്തിൽ ധനവകുപ്പിൽ നിന്ന് പണം ഈടാക്കിയത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി കൈകോർത്തുകൊണ്ട് നടത്തേണ്ട വിവിധ പ്രവർത്തനങ്ങളാണെങ്കിലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച്
ഈ മഴക്കാലത്തിന് മുൻപ് തന്നെ ഈ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ബാധിക്കുന്നതിന് മുന്നോടിയായി പ്രതിരോധ ഗുളികകൾ ഡോക്സിസൈക്ലോൺ അടക്കമുള്ള പ്രതിരോധ ഗുളികകൾ വീടുകളിലെത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം ആരോഗ്യ പ്രവർത്തകരുമായി എത്തി നൽകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന്റെ വിതരണം അടക്കം മുടങ്ങിയ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ആശുപത്രികളാണെങ്കിൽ തന്നെ മതിയായ സൗകര്യങ്ങൾ ഒരുക്കാൻ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത്രയധികം മഴക്കാല രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം, പനി മരണങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലും ആരോഗ്യ മേഖലയിലെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ള വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. എന്തായാലും തലസ്ഥാനം അടക്കമുള്ള ജില്ലകളിൽ വലിയ രീതിയിലുള്ള രോഗബാധ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഈ കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറ്റൊന്ന് ഭക്ഷണത്തിലൂടെയും ഇത്തരത്തിൽ കുടിവെള്ളത്തിലൂടെയും അഴുക്ക് വെള്ളമൊക്കെ തന്നെ വീടുകളിലേക്ക് ഈ കുടിവെള്ളത്തിന്റെ ഭാഗമായി എത്തി പൈപ്പ് ലൈൻ വെള്ളമൊക്കെ ഉപയോഗിച്ച് അത്തരത്തിലുള്ള അസുഖം മറ്റൊരു ഭാഗത്ത് ബാധിക്കുന്നു. ഒന്ന്, ഈ മൃഗങ്ങളും ഒക്കെ വരുത്തുന്ന ചില രോഗങ്ങൾ, അതും വലിയ രീതിയിൽ തലസ്ഥാന ജില്ലയിലടക്കം ഗണ്യമായി പെരുകുന്നൊരു കാഴ്ചയാണ് നിലവിലുള്ളത്. എന്തായാലും ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ നിഷ്ക്രിയത്വം പാലിക്കുന്നു എന്നൊരു വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. അനു.